എല്ലാവർക്കും ആദം സേറ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടി വെക്കാൻ പോവാം. ഇച്ചിരി മുളക് പൊടി ഇട്ടാൽ കേട്ടോ, പച്ചമുളകല്ല ഇടുന്നത്, മുളക് പൊടി ഇട്ട്. അങ്ങനെ കറിവേപ്പില, ചിറ്റയുടെ വീട്ടിൽ പോയി കറിവേപ്പില കുറച്ച് 4 എണ്ണം അത് മാറ്റി വെക്കട്ടെ. പിന്നെ ഇച്ചിരി ഉള്ളി ഇടുന്നുണ്ട്, ഉള്ളി, ശാല ഉള്ളി 2 കഷ്ണം, ചെറിയ ഒരു 3 വെളുത്തുള്ളി അതും എടുത്ത്, സബോള, ഇതും സബോള ചെറുതായിരുന്നു, 3-4 എടുക്കേണ്ടി വന്നത് കാരണം ചെറിയ സബോളയാണ്. ഇനി പോയേ മെഴുക്കോട്ടി വെക്കട്ടെ. ഉരുളക്കിഴങ്ങ് 1/2 കിലോ ഉരുളക്കിഴങ്ങ് എടുത്ത്. ഇനി പോയേ ഉണ്ടാക്കട്ടെ, ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടി വെക്കട്ടെ. എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടാക്കി കഴിഞ്ഞിട്ട് കടുകിടാം, ചൂടാകട്ടെ. ശകലം മല്ലിയില ഇടുന്നുണ്ട് കേട്ടോ, വേണ്ട മല്ലിയില ഉരുളക്കിഴങ്ങാത്തി ഇടും, മെഴുക്കൂടിയൊക്കെ പോയിടും. എണ്ണ ചൂടാകട്ടെ, എന്നിട്ട് കടുകിടാം. എണ്ണ ചൂടായിട്ടേ കടുകിട്ട് പൊട്ടി കഴിഞ്ഞിട്ട് ബാക്കി എടുത്തിടാം. പിന്നെ പൊട്ടുന്നില്ല അങ്ങോട്ട്, എണ്ണ ചൂടായാലും തോന്നും. കടുക് പൊട്ടി തുടങ്ങി. പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഉള്ളിയും സബോളയും കറിവേപ്പിലയും കൂടെ ഇടാം. പുറത്തെന്തോ വെയിലാണെന്നറിയോ, പെട്ടെന്ന് പൊട്ട്, ഇതുണ്ടാക്കിയിട്ട് വേണം കഴിക്കാൻ. ഓക്കെ, കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനിയേ ഉള്ളിയും സവോളയും ഇടട്ടെ. വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി. കടുക് മൊത്തം പൊട്ടി. ഇനി ഇത് ഇടട്ടെ. അല്ല, കുറവുള്ള ഇരിക്കുന്നു. ഇനി കറിവേപ്പില. ആ കറിവേപ്പിലയുടെ ഇവിടെയൊക്കെ ചെറിയ പാട് കിടപ്പുണ്ട്, എല്ലാം അറിയത്തില്ല, മൊത്തം പാടുണ്ട് ആ മരത്തിൽ നിൽക്കുന്നത്. മുളക് പൊടി ഇട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ്. മുളക് പൊടി ഇട്ടാണ് മെഴുക്കോട്ടി വെക്കുന്നത്, കിഴങ്ങ് മെഴുക്കോട്ടി. അതാ ഇങ്ങനെ, അല്ല എല്ലാം കൂടെ ഒരുമിച്ചിട്ടങ്ങ് ഉണ്ടാക്കത്തേ ഉള്ളൂ, ഇളക്കത്തേ ഉള്ളായിരുന്നു. ഇനിയേ മുളക് പൊടി ഇട്ടെ. ഒന്നുകൂടെ ഇച്ചിരൂടെ മൂക്കട്ടെ, എന്നിട്ട് മുളക് പൊടി ഇടാം. മുളക് പൊടി ഇടട്ടെ. മുളക് പൊടി ഇട്ട് ഇനിയേ ഇതും കൂടെ മാറ്റി വെക്കട്ടെ. അതൊരു നല്ലോണം മിക്സ് ചെയ്യട്ടെ. ഈ മൊത്തം കുറച്ച് വെക്കട്ടെ. ഓക്കെ, ഓക്കെ. ഇനിയേ ഉരുളക്കിഴങ്ങ് ഇടാം. 1/2 കിലോ ഉരുളക്കിഴങ്ങ്. ഇട്ടെ. ഓക്കെ, ഉരുളക്കിഴങ്ങ് ഇട്ട്. ഞാൻ ഇവിടെ കുറച്ച് പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്, അതും എടുക്കട്ടെ. ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട്. ഇനിയേ ശകലം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ അതും ഇട്ടെ. വേണ്ടേ, ഉപ്പിട്ട് ഇനി ഇതും കൂടെ മാറ്റി വെക്കട്ടെ. ഇനി ശകലം മഞ്ഞൾപ്പൊടി
എന്നിട്ട് മൊത്തം ഒന്ന് മിക്സ് ചെയ്യാം. മഞ്ഞപ്പൊടി ഇട്ടെ, മഞ്ഞപ്പൊടി ഇട്ട് ഇനി നല്ലോണം ഇളക്കട്ടെ. വെള്ളം ഇറങ്ങിയുണ്ട്. സാധാരണ പച്ചമുളക് ഇട്ടാൽ മിക്കപ്പോഴും ഉരുളക്കിഴങ്ങ് മേൽക്കോട്ട് വെക്കുന്നത്. ഇന്നിപ്പം ഇച്ചിരി മുളക് ഇട്ടാണ് ഉണ്ടാക്കി. പച്ചമുളക് ഇല്ലായിരുന്നു, അതാ. നല്ലോണം ഇളക്കിട്ടെ ശകലനേരം മൂടി വെച്ച് വേവിക്കാം. ഇളക്കി ഇനി ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ ഇരിക്കട്ടെ. ഇത് ഏകദേശം ഉരുളക്കിഴങ്ങ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി മല്ലിയില ഇടാം. ഇത്രയും ഇടുന്നില്ല, ഇതിൻ്റെ കുറച്ച് പകുതിയിലും ഇടാം. ഇവിടെ ഇരിക്കട്ടെ. ഒരു തീ ശകലം കൂട്ടി വെക്കട്ടെ. അത്ര ഇരിക്കട്ടെ. മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ ഇങ്ങനെ. അപ്പോഴത്തേക്ക് ഞാൻ പോയി കഴിക്കട്ടെ. പഴങ്കഞ്ഞിയെന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പഴങ്കഞ്ഞിയും മത്തി വറുത്തതും മാങ്ങ അച്ചാറും. പിന്നെ ഉച്ചക്കത്തേക്ക് ശകലം ബീഫിനുണ്ട്. അവിടുത്തെ 2-3 പീസ് എടുത്തു. ഇത് പൂച്ചി കൊടുക്കാൻ വേണ്ടിയാണ്. ഈ മീനും കൂട്ട് കൊടുത്തിട്ട് ഇയാളെ തിരുന്നില്ല. 2-3 ബീഫ് കഷ്ണം എടുത്ത് ഇത്രയും കൂടി ഇരിപ്പുണ്ട്. ഇത് കുറച്ച് പൂച്ചി കൊടുക്കാൻ വേണ്ടിയാണ്. ഞാൻ കഴിക്കട്ടെ. കഴിച്ചിട്ട് പൂച്ച കൂടെ കൊണ്ടിട്ട് കൊടുക്കട്ടെ. എന്നിട്ട് വന്ന് അത് തുറന്ന് നോക്കാം. അപ്പോഴത്തേക്ക് ആവശ്യം വെന്തിരിക്കും. കഴിക്കട്ടെ. ഉപ്പൊഴിച്ചില്ല. ഓക്കെ. നല്ലോണം നടക്കട്ടെ. കിടക്കി. മതി, പാകത്തിന് ഉപ്പായി. 3 കഷ്ണം എടുത്ത് എൻ്റെ പൂച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടി, പഴങ്കഞ്ഞി കൊടുക്കാൻ വേണ്ടി ബീഫ് ഇവിടെ ഇരിക്കട്ടെ. ഇച്ചിരി മാങ്ങ എടുത്ത് ഇട്ട് ഇനിയിപ്പോൾ നാളെ മീൻ വാങ്ങണം. മീൻ തീരും ഇന്നുകൊണ്ട്. ഉച്ചക്കത്തേക്കും വൈകുന്നേരത്തോടെ ആകുമ്പോഴത്തേക്കും മത്തി തീരും. ഉച്ചക്കത്തെ ഇച്ചിരി ബീഫ് കൂടെ ഇരിപ്പുണ്ട്. നാളെ എന്തെങ്കിലും വേറെ വാങ്ങണം. ഈ മുള്ളൂടെ പൂച്ചക്കിട്ട് കൊടുക്കുക. ഇത് തിന്നോളും. ഒത്തിരി വലിയ മുള്ളൊന്നും അല്ല, അവിടെ തിന്നോളും പൂച്ച. വിളിക്കട്ടെ. ഇനി ഞാനിത് മൊത്തം ഒന്ന് കഴിക്കട്ടെ. ഞാൻ കഴിച്ചു കഴിഞ്ഞേ. ഇനി ആ ബീഫും മീൻ്റെ മത്തിയുടെ മുള്ളോട് ഇട്ട് പൂച്ചക്കൂടെ ചോറ് കൊടുക്കട്ടെ. ഇളക്കട്ടെ അതിന് മുമ്പ് തരോടൊന്ന്. ഓക്കെ, ഞാൻ കൂടെ ഇട്ട് കൊടുക്കട്ടെ പൂച്ചയ്ക്ക്. പൂച്ച വന്നിട്ടുണ്ടോ നോക്കട്ടെ. അത് വിളിക്കട്ടെ. അല്ലെങ്കിൽ വന്നിട്ടില്ലെങ്കിൽ ഇളക്കി ഞാൻ പൂച്ച പോയി നോക്കട്ടെ. വന്നിട്ടില്ലെങ്കിലേ എല്ലാത്തിനെയും വിളിച്ച് വരുത്തിയിട്ട് കൂടെ ഇട്ട് കൊടുക്കാം. ബാ എല്ലാവരും ബാ, കഴിക്കായിട്ട് കേട്ടെ. വാടാ, 2 പേരും കൂടെ വാ. എണീറ്റ് വാ. വരാൻ ചോറ് വേണ്ടേ? നിങ്ങളുടെ തള്ളപ്പൂച്ചക്ക് ഇട്ട് കൊടുക്കാം. 2 പേരും കൂടെ കാണാറുണ്ട്.
ഇല്ലല്ലോ, ഇവിടെ വന്നില്ലല്ലോ. വാ വരാൻ. നിനക്കിട്ട് തരാം. ഒരെണ്ണത്തിന് മാത്രം മതിയോ തീറ്റ? നിനക്ക് വേണ്ട തീറ്റ? ബീഫും മീനും ഇട്ടുണ്ടെങ്കിൽ കൊടുത്താ തിന്നാതെ കറക്കി നടക്കുന്നുണ്ടോ? അതാണ് എണ്ണിട്ട് വരുന്നില്ല. അത് പോയി കഴിക്ക്, ചലിയല്ലേ, പോയി കഴിക്ക്. എടാ പോയി കഴിക്കാൻ. വേണ്ട, അത് പോയി കഴിക്കുന്നതുണ്ടോ? കണ്ട കുഞ്ഞു പോയി കഴിക്കുന്നു. ചലിയല്ലേ, ഇറങ്ങി ചെന്ന് കഴിക്കാൻ ചെന്ന്. ആ വേണ്ടെങ്കിൽ വേണ്ട, കഴിക്കണ്ട, ഞാൻ പോവും. അവിടെ ഇരുന്നു. ഞാൻ പോയി എൻ്റെ ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടി നോക്കട്ടെ വെന്തോന്ന്. അവിടെ കിടന്നു. ഒരെണ്ണാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യില്ല, അവിടെ കിടക്കുക. ഞാൻ പോയി മെഴുക്കോട്ട് വെന്തോ നോക്കട്ടെ. മെഴുക്കോട്ടി തുറന്ന് നോക്കട്ടെ. ഓ, വെള്ളമുണ്ട്, അതൊക്കെ പല്ലിച്ചെടുക്കാം. ഇനിയേ അടച്ചു വെക്കണ്ട, നിളക്കട്ടെ നല്ലോണം. ഇത് പറ്റിച്ചെടുക്കാം. വെന്ത് വരുമ്പോഴത്തേക്ക് അങ്ങ് പറ്റിക്കോളും. രാത്രിയിലെ ഇച്ചിരി ആ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിലൂടെ എടുക്കാം. ഒരു ശകലം ബീഫ് കൂടി ഇരിപ്പുണ്ട്, അതും എടുക്കാം. നോക്കട്ടെ, വെന്തോ നോക്കട്ടെ. ഏകദേശം വെന്തു. ഇനി ഈ മല്ലിയില കൂടി ഇട്ട് ഇളക്കിയിട്ട് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇതൊക്കെ വെന്തോ? വെന്ത് നല്ലോണം. കണ്ടോ, മുറിഞ്ഞു പോകുന്നത്. വെന്തു. ഇനി മല്ലിയില ഇട്ടെ. മുറിക്കട്ടെ, ചെറിയ കഷ്ണമാക്കിയിട്ട്. ഇനിയേ ഈ മല്ലിയില ഇട്ടെ, മല്ലിയില പീസാക്കി അത് ഇട്ടെ. ഇത്രയും മല്ലിയില ഒന്നും ഇടുന്നില്ല, പക്ഷെ വെച്ചോണ്ടിരുന്നാലും അങ്ങ് പോവും അങ്ങ്. അത് കാരണം കിട്ടെ മൊത്തം അങ്ങോട്ട്. അങ്ങനെ എൻ്റെ ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടിയെ മുളക് പൊടി ഇട്ട് ഉണ്ടാക്കിയത്. നല്ല എരിവുള്ള മുളക് പൊടി ഇട്ടിരിക്കുന്നത്. ഈ ഗോതമ്പ് ദോശയൊക്കെ കഴിക്കുന്ന വേണ്ടി ഉണ്ടാക്കിയതാണ്. അതാ ഇത്രയും ഇങ്ങനെ എരിവ് ഇട്ടത്. ചോറിനോടൊന്നും വേണ്ട. ഇച്ചിരൂടെ ഇരിപ്പുണ്ട് ഇവിടെ. ഇത് പോട്ടെ, എന്തിനാ വെറുതെ കളയുന്നത്? ഓക്കെ, നല്ലോണം ഇളക്കി. ഇനി ഇതും കൂട്ടി ചെന്ന് കഴിപ്പ്. ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടിയും ബീഫും കൂടെ. വൈകുന്നേരം ഗോതമ്പ് ദോശ. ഇവിടെ ഇരിക്കട്ടെ. മൂടി വെച്ചേക്കട്ടെ. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ ഇങ്ങനെ. എന്തായാലും എൻ്റെ വീഡിയോ അങ്ങ് നിർത്തുവാണേ. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി വെച്ചതിൻ്റെ. മറക്കാതെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദം സേറ വ്ളോഗ്സ് മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഒന്ന് നിർത്തുവാണേ കേട്ടോ. ഇരിക്കട്ടെ. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ.